Hello students, welcome to Exam Point. നമ്മൾ ഇന്ന് ക്ലാസ് 6ന്റെ സോഷ്യൽ സയൻസിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസിൻ്റെ ഫസ്റ്റ് റിവിഷനുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ 14 days ചാലഞ്ച് ഏറ്റെടുത്താണല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി എക്സാമിനെ കുറിച്ച് ഓർത്തൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് ഫുൾ മാർക്സ് കൊണ്ട് തന്നെ ഈ എക്സാമിന് പാസ്സാകാം കേട്ടോ. ആദ്യമേ നമുക്ക് ഈ എക്സാമിന് ഏതൊക്കെ ചാപ്റ്റർ ആണെന്ന് അറിഞ്ഞിരിക്കണ്ടേ, എന്നാൽ അതനുസരിച്ച് പഠിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കാം. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ചാപ്റ്റർ 5 ആണ്. ഈ എക്സാമിനുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണിത്. എർത്ത് മിത്ത് ആൻഡ് റിയാലിറ്റി എന്നതാണ് ഈ ചാപ്റ്റർ. ഇവിടെ നമ്മൾ ഭൂമിയെ കുറിച്ചിട്ടുള്ള കഥയും കാര്യവും ഒക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇനി ചാപ്റ്റർ 6 നമ്മൾ എന്താ പഠിക്കുന്നത്? ഇറ്റ്സ് അബൌട്ട് ദ വേൾഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ്, വൈവിധ്യങ്ങളുടെ ലോകത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ചാപ്റ്റർ 7 മെഡീവൽ ഇന്ത്യ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള ചാപ്റ്ററാണ്. ഇവിടെ മധ്യകാല ഇന്ത്യയിലെ കലയും സാഹിത്യവുമാണ് നമ്മൾ കാണുക. ലാസ്റ്റ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ 8. ഇതാണ് മെഡീവൽ വേൾഡിനെ കുറിച്ചിട്ടുള്ള ചാപ്റ്റർ, മധ്യകാല ലോകം. വളരെ സിമ്പിൾ ചാപ്റ്റർ ആണല്ലേ. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വരുള്ളൂ കേട്ടോ. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലെങ്കിൽ കൺസെപ്റ്റ്സ് മറന്നുപോയാൽ മാർക്സ് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് December 1, ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. 14 days കൊണ്ട് നമുക്ക് സോഷ്യൽ സിമ്പിളായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് നല്ല ഫുൾ മാർക്സോടെ പാസ്സാകാം കേട്ടോ. അപ്പോൾ ഇനി എല്ലാ ക്ലാസ്സിനും മിസ്സിനോടൊപ്പം നിങ്ങളുണ്ടാവുമല്ലോ. ഇനി ഫോണൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ഇതിന് ഗെയിംസ് ഒന്നും കളിക്കാൻ പോകരുത് കേട്ടോ. എനിക്ക് നിങ്ങളുടെ 15 minutes ടൈം മാത്രം തന്നാൽ മതി കേട്ടോ. ഈ 15 minutes കൊണ്ട് നമ്മുടെ 5th ചാപ്റ്റർ ദ എർത്ത് മിത്ത് ആൻഡ് റിയാലിറ്റി, ഈ ചാപ്റ്ററിലെ 5 ഷുവർ ക്വസ്റ്റ്യൻസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. കയറി വാട മക്കളെ. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഈ എർത്തിനെ കുറിച്ചാണ് കേട്ടോ. നമുക്കറിയാം ഈ എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് വളരെ യുണീക്കാണ് അല്ലേ. അതിനൊരു പേരുണ്ട്, അതാണ് ആദ്യം പഠിക്കേണ്ടത്. അതിൻ്റെ പേരാണ് ജിയോയിഡ്. മറക്കല്ലേ, ജിയോയിഡ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ എർത്തിൻ്റെ യുണീക്കായിട്ടുള്ള ഒരു ഷേപ്പാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം എർത്തിൻ്റെ ഷേപ്പ് സ്പിറിക്കലാ, പക്ഷെ അത് കംപ്ലീറ്റ്ലി സ്പിറിക്കലാണോ? അല്ല കേട്ടോ. We know that the spherical shape of the earth is slightly flattened at the poles and bulged at the equator. Not the point. എന്താണ് നമ്മുടെ എർത്തിൻ്റെ സ്പിറിക്കൽ ഷേപ്പ് എന്ന് പറഞ്ഞാലും അത് slightly flattened at the poles and bulged at the equator. ഏകദേശം ഒരു കോഴിമുട്ടയുടെയൊക്കെ ഷേപ്പ് പോലെ ആട്ടോ ഭൂമി ഇരിക്കുന്നത്. മറക്കല്ലേ, അതാണ് ജിയോയിഡ്. Now, എന്താണ് ജിയോയിഡിന്റെ അർത്ഥം? ഇപ്പം നമ്മൾ പറഞ്ഞതാ. യെസ്, ഇറ്റ് ഈസ് എർത്ത് ഷേപ്ഡ്. ഒരു കാര്യം കൂടി ഓർക്കുക, നമ്മൾ ഈ എർത്തിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സാറ്റലൈറ്റ് അല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചാണ് കേട്ടോ. ഇത്രയും പോയിന്റ് പഠിച്ചോ, ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഒരു 3 marks എങ്കിലും എക്സാമിന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെന്റ് ബൈ ലാറ്റിറ്റ്യൂഡ്? Name the biggest circle of latitude. Observe the following figure of the earth and mark the important lines of latitude. A, B, C, D and E. ഉത്തരം നോക്കിയാലോ. എന്താണ് ലാറ്റിറ്റ്യൂഡ്? ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആംഗുലർ ഡിസ്റ്റൻസ് ടു എനി പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത് ഫ്രം ദ സെൻറ്റർ. ഭൂമിയുടെ സെൻറ്ററിൽ നിന്നും അതിൻ്റെ ആംഗുലർ ഡിസ്റ്റൻസ് ആണ് ഒരു പോയിന്റിലേക്കുള്ളത്. അതിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ബൈ ജോയിനിങ് ദ സെയിം ആംഗുലർ ഡിസ്റ്റൻസസ് നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്. മനസ്സിലായല്ലോ. നമുക്ക് ഒരേ ആംഗുലർ ഡിസ്റ്റൻസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആണ് കിട്ടുന്നത്. ഏറ്റവും ബിഗ്ഗസ്റ്റ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏതാണ്? യെസ്, അതാണ് ഇക്വേറ്റർ. നമുക്കറിയാം ഇക്വേറ്റർ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? ഇറ്റ് ഈസ് 0 degree. ക്ലിയർ അല്ലേ? നൗ നമുക്ക് നോക്കാം തേർഡ് ക്വസ്റ്റ്യൻ. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? എർത്തിൻ്റെ ഈ ഒരു പിക്ചർ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ABCD E എന്ന് പറയുന്ന പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് പറയണം. നോക്കിക്കേ, എ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് കേട്ടോ. 23.5 degree ആണ് അതിൻ്റെ വാല്യൂ. ഇനി ബി ആകട്ടെ ഇക്വേറ്റർ ആണ്, 0 degree. കമ്മിങ് ടു ദ സി പാർട്ട്. സി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഇമാജിനറി ലൈൻ ഇക്വേറ്റർ ആണ്. അതിൻ്റെ താഴെ വരുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ് കേട്ടോ. അടുത്തൊരു ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ താഴേക്ക് വരുവാണെങ്കിലോ, യെസ്, യു ക്യാൻ സീ അന്റാർട്ടിക് സർക്കിൾ ദെയർ.
ഇനി ഒരു കാര്യം ഓർക്കണം, എർത്തിന്റെ ഷേപ്പ് എടുക്കാൻ നേരത്ത് നമുക്ക് രണ്ട് പോൾസ് കാണാം അല്ലേ? ഓൺ ദ നോർത്ത് സൈഡ് വി ഹാവ് നോർത്ത് പോൾ ആൻഡ് സൗത്തിൽ നമുക്ക് എന്ത് കാണാം? സൗത്ത് പോളും കാണാം. അപ്പോൾ ഇനി മാർക്കിംഗ് ഒന്നും തെറ്റിക്കരുത് കേട്ടോ. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഈ റൊട്ടേഷനും റെവല്യൂഷനും തമ്മിൽ? നമുക്ക് നോക്കാം. ഹൗ ദ ഡേ ആൻഡ് നൈറ്റ് ഇസ് എക്സ്പീരിയൻസ്ഡ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡേയും നൈറ്റും എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? വൈ ദ സീസണൽ ചേഞ്ചസ് ഓക്കർ. എങ്ങനെയാണ് സീസൺസ് മാറി മാറി വരുന്നത്? അല്ലെങ്കിൽ എപ്പോഴും ചൂട് തന്നെയായിരിക്കാം, തണുപ്പ് തന്നെയായിരിക്കും? ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തണുപ്പും ചൂടും എല്ലാം വരുന്നുണ്ട് അല്ലേ? നമുക്ക് അതിൻ്റെ റീസൺ കാണണ്ടേ? വാ, ഇനി നമുക്കൊരു 5 മാർക്ക് ആൻസർ ആണ് കാണാൻ പോകുന്നത്. Yes, coming to the first one, difference between rotation and revolution. നമുക്കറിയാം ഭൂമി സ്വയം കറങ്ങുന്നുണ്ടല്ലേ? സ്വന്തം ആക്സിസിൽ നിന്ന് എർത്ത് സ്വയം ഒന്ന് കറങ്ങുന്നതിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയുക. അങ്ങനെ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എർത്ത് ഒരു ഡേയും നൈറ്റും കവർ ചെയ്യുന്നുണ്ട്. ഒരു രാവും പകലും കൊണ്ടാണ് ഭൂമി ഒരു ദിവസത്തെ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? യെസ്, ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. അതിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ. റൊട്ടേഷൻ കൂടാതെ എർത്ത് അതിൻ്റെ ആക്സിസിൽ മറ്റൊരു മൂവ്മെന്റ് കൂടെ ഉണ്ട്. പക്ഷേ അത് ആക്സിസിൽ തന്നെ നിന്നുകൊണ്ടുള്ള മൂവ്മെന്റ് അല്ല കേട്ടോ. നമുക്കറിയാം സൂര്യന് ചുറ്റും നമ്മുടെ ഭൂമി ഒരു ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങി വരുന്നില്ലേ? ഫസ്റ്റ് ഡേ തൊട്ട് ഒരു കൊല്ലം അവസാനിക്കുമ്പോൾ 365 and 1/4 ഡേയ്സ് കൊണ്ട് അതിൻ്റെ ഒരു റെവല്യൂഷനായിട്ടോ കംപ്ലീറ്റ് ചെയ്തത്. അതാണല്ലോ 1 ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും റെവല്യൂഷൻ എന്ന് മനസ്സിലായില്ലേ? യെസ്, റെവല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് ദി എർത്ത് അറൗണ്ട് ദ സൺ. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡേ ആൻഡ് നൈറ്റ് എക്സ്പീരിയൻസ് ചെയ്തത്. ഇപ്പോൾ മിസ് പറഞ്ഞതില്ലേ എൻ്റെ ആൻസർ? നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാമോ? യെസ്, ഡേ ആൻഡ് നൈറ്റ് ഇസ് എക്സ്പീരിയൻസ്ഡ് വൺ ആഫ്റ്റർ ദി അതർ ഡ്യൂ ടു യെസ് റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. കമ്മിങ് ടു ദ ലാസ്റ്റ് ആൻസർ. എന്തുകൊണ്ടാണ് സീസൺസ് മാറി മാറി വരുന്നത്? റൊട്ടേഷൻ കൊണ്ടാണ് രാവും പകലും ഉണ്ടാവുന്നതെങ്കിൽ റെവല്യൂഷൻ കൊണ്ട് എന്താ മാറുക? സീസൺ അല്ലാതെ മറ്റെന്തെങ്കിലും ഉത്തരവുണ്ടോ? അപ്പോൾ ആ 5 മാർക്ക് ഉറപ്പായല്ലോ. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കാണാം കേട്ടോ. നെയിം ദ കർവ്ഡ് ലൈൻസ് പെർപെൻഡിക്കുലർ ടു ദ ലാറ്റിറ്റ്യൂഡ്സ്. ലാറ്റിറ്റ്യൂഡ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കർവ്ഡ് ലൈൻസ് എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കിട്ടുന്നില്ല അല്ലേ? മിസ് പറഞ്ഞുതരാം കേട്ടോ. വാട്ട് ഡു യു മെൻ ബൈ സ്റ്റാൻഡേർഡ് മെറിഡിയൻ? സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് നിങ്ങൾ ക്ലാസ്സിൽ എപ്പോഴെങ്കിലും കേട്ട് കാണും അല്ലേ? നമുക്ക് ശരിക്കൊന്ന് മനസ്സിലാക്കാവേ. ക്യാൻ യു റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്? ആഹാ, ഫീച്ചേഴ്സ് അറിയണമെങ്കിൽ ആദ്യം എന്താ ലോഞ്ചിറ്റ്യൂഡ് നമുക്ക് അറിയണ്ടേ? ഇപ്പം ശരിയാക്കി തരാം കേട്ടോ. യെസ്, നമുക്ക് ആദ്യത്തെ ആൻസർ കാണാം. ദ കർവ്ഡ് ലൈൻസ് പെർപെൻഡിക്കുലർ ടു ദ ലാറ്റിറ്റ്യൂഡ്സ്. ലാറ്റിറ്റ്യൂഡ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കർവ്ഡ് ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡ്സ്. ലാറ്റിറ്റ്യൂഡ്സ് ഇങ്ങനെയായിരിക്കുന്നത് അല്ലേ? ഇതൊരു ലാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഇങ്ങനെ വരുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതാണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ ഓർത്താൽ മതി. എങ്ങനെയാണ് ഓർക്കേണ്ടത്? ഒരു പ്ലസ് സിമ്പിൾ ഓർത്താൽ മതി കേട്ടോ. നേരെ വന്നാൽ ലാറ്റിറ്റ്യൂഡും ക്രോസ് ഇട്ട് പോയാലോ? ആ ക്രോസ് ഇട്ട് വരുന്നത് ഇറ്റ് വിൽ ഷോ യു ദ ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ? യെസ്. ഇനി എന്താണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ? ഒന്നുമില്ല, 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണ് കിട്ടുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയാം. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ, എന്താ സ്റ്റാൻഡേർഡ് മെറിഡിയൻ? യെസ്, 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് മനസ്സിലായല്ലോ? യെസ്. ഇനി കാണാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഫീച്ചേഴ്സ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ്. ലോഞ്ചിറ്റ്യൂഡ്സ് പെർപെൻഡിക്കുലർ കർവ്ഡ് ലൈൻസ് എന്ന് പറഞ്ഞല്ലേ? അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഷുവർ ആയിട്ട് എക്സാമിന് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് ദേ ആർ ദ ലൈൻസ് കണക്റ്റിംഗ് ബോത്ത് ദ പോൾസ് ഓൺ ദ ഗ്ലോബ്. ഗ്ലോബിലുള്ള 2 പോൾസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻസ് ആണ്. ക്ലിയർ അല്ലേ? നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും കണക്ട് ചെയ്യുന്ന ആ ഒരാളാണ് ആര്? ലോഞ്ചിറ്റ്യൂഡ്. യെസ്, ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ദ ആംഗുലർ ഡിസ്റ്റൻസസ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. അതുകൂടി ഓർത്ത് വെച്ചു കേട്ടോ. ദ ലോഞ്ചിറ്റ്യൂഡ്സ് അലോങ് ദ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്തായിരിക്കും പറയുക?
യെസ്, ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്സ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ വെസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്? യെസ്, അത് ദ ലോഞ്ചിറ്റ്യൂഡ്സ് അലോങ് ദ വെസ്റ്റേൺ ഹെമിസ്ഫിയർ. ഇതൊക്കെ ഒന്ന് എഴുതി നോക്കണം കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യുവേ. കമ്മിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഞാൻ ഒന്നും പഠിപ്പിക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ആ. കാരണം എക്സാമിന് ഷുവർ ആയിട്ടൊരു മാച്ച് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് കൺസെപ്റ്റ് നോക്കാം. ഇതാട്ടോ ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ്: ജിയോയിഡ്, തെയിൽസ്, ആക്സിസ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. ഈ വാക്ക് ക്ലാസ്സിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലേ ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. നമുക്ക് ഉത്തരം നോക്കിയാലോ? യെസ്, എന്താണ് ജിയോയിഡ്? ഞാൻ പറഞ്ഞു ആ വേർഡ് യൂസ് ചെയ്യുന്നത് എർത്തിൻ്റെ യുണീക്ക് ഷേപ്പിനെ കാണിക്കാനാണ്. അപ്പോൾ ഉത്തരം കിട്ടിയല്ലോ, എർത്ത് ഷേപ്ഡ്. ആ ഒരു മാർക്ക് കിട്ടി. ഇനി നോക്കിക്കേ, തെയിൽസ്. എന്താണ് ഈ തെയിൽസ്? യുറേക്ക! തെയിൽസ് എന്ന് പറയുന്നത് എർത്തിന് സ്പിറിക്കൽ ഷേപ്പ് ആണെന്ന് ആദ്യമായിട്ട് പ്രൂവ് ചെയ്ത ഒരു സയൻറ്റിസ്റ്റ് ആണല്ലേ. യെസ്, സോ തെയിൽസ് ബിലോങ്സ് ടു സ്പിറിക്കൽ എർത്ത്. അടുത്തത് ആക്സിസ്. ഞാൻ പറഞ്ഞു അതൊരു ഇമാജിനറി ലൈനാണ്. എർത്ത് സ്വന്തമായിട്ട് ഇങ്ങനെ തിരിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആക്സിസ് ഉള്ളതെന്നല്ലേ. എർത്തിന് ഒരു ചരിവുള്ള, നമ്മുടെ മോഹൻലാലിനെയൊക്കെ പോലെ ചരിഞ്ഞൊരു ആക്സിസ് ആണെന്ന്. യെസ്, സോ ആക്സിസ് എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് ദ ഇമാജിനറി ലൈൻ. ക്ലിയർ അല്ലേ? കമ്മിങ് ടു ദ ലാസ്റ്റ് വൺ, ലോഞ്ചിറ്റ്യൂഡ്സ്. ഞാൻ പറഞ്ഞു ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും കണക്ട് ചെയ്യുന്നതാണ് എലോങ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ. അതിൻ്റെയും ആൻസറായി. ഇപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ദ എർത്ത്, അതിൻ്റെ പ്രത്യേകതകൾ, മിത്സ് ആൻഡ് റിയാലിറ്റി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്രയും പഠിച്ചൊരുങ്ങി എക്സാമിന് പോയിക്കോളൂ. ഷുവർ ആയിട്ട് ഈ ചാപ്റ്ററിനുള്ള മാർക്സ് നിങ്ങൾക്ക് ഉറപ്പായിരിക്കും. അപ്പോൾ അടുത്ത പാട്ട് കാണാൻ മറക്കരുത് കേട്ടോ.